ഏകദേശം ഒരു മാസമൊക്കെ മുമ്പ് നമ്മൾ മാർക്കറ്റിൽ കുറച്ചധികം യെല്ലോ റംബുട്ടാനുകൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ച സമയത്ത് നമ്മുടെ റംബുട്ടാനുകൾ ഒരു 3-4 ചാക്കിലൊക്കെ ആയിട്ടുണ്ട് വെച്ചത്. അപ്പോൾ എല്ലാ റംബുട്ടാനൊന്നും സെയിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 100 കിലോന് അടുപ്പിച്ച് റംബുട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മാത്രം വിളിച്ചു പോയി, ബാക്കി റംബുട്ടാനുകളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊരു തിങ്കളാഴ്ചയാണ് കൊണ്ടുവച്ചത്. അപ്പോൾ ഞങ്ങൾ ലേലത്തിൽ ഇത് വിളിച്ച് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ പോയൊന്നുമില്ല. പിന്നെ വ്യാഴാഴ്ച ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ തോല് ഭാഗമൊക്കെ നന്നായിട്ട് കറുത്തു. ഈ ചാക്കിലിരുന്ന കാരണം തന്നെ ഇത് പെട്ടെന്ന് കറുത്തുപോയി. ഇത് പരത്തി ഇട്ടെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കറുത്തു പോയില്ലായിരുന്നു. ഇതിൻ്റെ തോല് മാത്രമേ കറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷിന് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിത് ഒരുപാട് പേർക്കൊക്കെ റംബുട്ടാനൊക്കെ കൊടുത്തായിരുന്നു. കൊടുത്തതിന് ശേഷം പിന്നെയും കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വൈനിടാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 10 കിലോ റംബുട്ടാനായിട്ട് നമ്മൾ വൈനിടാനായിട്ട് എടുത്തത്. അപ്പോൾ അത് ഒരു രാത്രി സമയത്താണ് ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് വൈനിടാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഞങ്ങൾ ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കിറ്റിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തേട്ടാ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വൈദ്യശാലയിൽ പോയിട്ട് വൈൻ്റെ കൂട്ടൊക്കെ വാങ്ങിച്ചത്. ഈ വൈദ്യശാലയിലെ വൈൻ കൂട്ടൊന്നും വേണ്ടായിരുന്നു, നമ്മൾ നോർമൽ രീതിയിൽ തന്നെ വൈൻ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ വൈദ്യശാലയിൽ നിന്ന് വാങ്ങുക ചെയ്തത്. അങ്ങനെ വൈൻ കൂട്ടൊക്കെ വാങ്ങിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടോളൂ, അപ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ എഫക്റ്റൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു. ഇതാണ് ആ വൈദ്യശാലയിൽ നിന്ന് കിട്ടിയ വൈൻകൂട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചൂടാക്കി ക്രഷ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇത്തിരി കൂടുതൽ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മളത് യൂസ് ചെയ്യുക ചെയ്തേട്ടാ. ഇതാ ഫ്രിഡ്ജിൽ വെച്ച് റംബുട്ടാനൊക്കെ നമ്മുടെ ഭരണിയിലിട്ട് അതിനുശേഷം കുറച്ച് ഷുഗറും അതുപോലെ തന്നെ ഇത് നമ്മുടെ വൈദ്യശാലയിലത്തെ ആ കൂട്ടിൻ്റെ പൗഡറും ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുക ചെയ്തേട്ടാ. നമ്മൾ ഏകദേശം ഒരാഴ്ചയിലധികം 9 ദിവസം കണ്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മരത്തിൻ്റെ തവയൊന്നും ഇല്ലാണ്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പട്ടയുടെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുക ചെയ്തത്. സ്റ്റീലിൻ്റെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തില്ല. അപ്പം അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഇതുപോലെ അടപ്പൊക്കെ വെച്ച് അടച്ച് നമ്മൾ ഒരു തോർത്ത് തുണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാറായിട്ട് പതിവ്. ഈ ഭരണി കുറച്ച് പഴയ ഭരണി ആയതുകൊണ്ട് ഭരണിയുടെ വായ്ഭാഗത്തൊക്കെ കുറച്ച് കറ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് ക്ലീൻ ചെയ്യാൻ നോക്കി, പക്ഷെ അത് പോകുന്നുണ്ടായിരുന്നില്ല. ഇത് ഒരുപാട് പഴയ ഭരണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് 9 ദിവസത്തിന് ശേഷം പാകമായിട്ടുണ്ടായിരുന്നു. പാകമായ സമയത്ത് നമ്മളിത് അരിക്കാനായിട്ട് എടുത്തതാട്ടാ. ഈ സാധാരണ നമ്മുടെ കറുകപ്പട്ടയൊക്കെ ഇട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറിലൊക്കെ കിട്ടും. ഇത് ഈ വൈൻകൂട്ട് ആയതുകൊണ്ട് ഇതൊരു ബ്രൗൺ കളറിലൊക്കെ വന്നേട്ടാ. എങ്കിലും ഞങ്ങളതൊക്കെ അരിച്ച് ബോട്ടിലാക്കി എടുത്തു. നമുക്ക് ഏകദേശം ഒരു 4 ബോട്ടിലോളമാണ് കിട്ടിയത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വൈൻ ഉണ്ടാക്കിയത് ഫ്ലോപ്പായിരുന്നു. ഈ വൈൻകൂട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനൊരു അരിഷ്ടത്തിൻ്റെ ചുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.